അങ്ങനെ വീണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും ഒരു മത്സരാർത്ഥിയും കൂടെ പുറത്തായിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, സിബിൻ ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 100% കൺഫേംഡ് ആയ ന്യൂസ് ഒന്നുമല്ല ഇത്. പക്ഷെ എന്നാലും ഏകദേശം കൺഫേംഡ് ആയ ന്യൂസ് തന്നെയാണിത്. ഇന്ന് എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ വീഡിയോ ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ സിബിൻ ആണെങ്കിൽ ബിഗ് ബോസിൽ നിന്നും പുറത്തായിട്ട് നിൽക്കുകയാണ്. അതായത് കുറെ പറഞ്ഞല്ലോ, ഇമോഷണലി ആകെ വീക്ക് ആയി പോയായിരുന്നു ആള്. അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും പറഞ്ഞ് ബിഗ് ബോസ് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. എന്നിട്ടും സിബിന്റെ ഒരു മാനസികാവസ്ഥ അത് മറികടക്കാൻ സാധിച്ചിട്ടില്ല. സിബിന് ഇപ്പോഴും ആ ഒരു എന്തോ ഒരു സ്റ്റിൽ ഒരു ട്രോമയിൽ തന്നെയാണ് സിബിൻ നിൽക്കുന്നത്. സിബിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിബിൻ ആ ലിവിങ് ഏരിയ പറ്റുന്നില്ല, അവിടുത്തെ ബഹളം പറ്റുന്നില്ല, ഒന്നും ആ ബിഗ് ബോസിന്റെ ഒരു കാര്യങ്ങൾ സിബിൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം കൊണ്ടാണ് സിബിൻ അവിടെ നിൽക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് സിബിൻ പുറത്തായി എന്നാണ് ഇപ്പൊ അറിയുന്നത്. ഇപ്പൊ സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിബിൻ ഒരു വളരെ നല്ല മത്സരാർത്ഥിയാണ്. എങ്ങനെ ഒരു കപ്പടിക്കാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. കാരണം ഒരുപാട് പ്ലാനുകളും എങ്ങനെ ഗെയിം കളിക്കണം, അല്ലെങ്കിൽ എതിരാളിയെ എങ്ങനെ തകർക്കണം എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ലാലേട്ടന്റെ അന്നത്തെ എപ്പിസോഡോട് കൂടി സിബിന്റെ ഗെയിം അങ്ങ് താഴ്ന്നു പോയി. നമ്മുടെ മനുഷ്യന്റെ അവസ്ഥയാണ്. കാരണം നമുക്ക് ഫിസിക്കൽ ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് പെട്ടെന്ന് നേരെയാക്കാം, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് ശരിയാവും എന്ന് പറയാം. പക്ഷെ ഒരു മെന്റൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്നൊന്നും ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പറയാം, ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് മോട്ടിവേഷൻ കിട്ടും. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മെന്റലി അത് ഭയങ്കര ഡൗൺ ആക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് പിന്നെ മുന്നോട്ട് കയറി വരാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ വെച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സിബിൻ അത് ഇപ്പോഴും ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കണം പുറത്തോട്ട് പോകുന്നത്. ഇനി അഥവാ പുറത്ത് പോയില്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ സിബിൻ എന്തായാലും ഒരു അടിപൊളി ഗെയിമായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നത്. എന്നാലും പുറത്ത് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്. കാരണം ഞാൻ ഒരുപാട് അങ്ങനെ ഭയങ്കര ഫാനോ അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. കാരണം നമ്മുടെ സീസൺ 6 ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അല്ലേ, കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എല്ലാവരും തന്നെ ഓരോ കാരണം കൊണ്ട് പോയി. പൂജ പോയി, അതിനു മുന്നേ റോക്കി ആണെങ്കിൽ റോക്കിയുടെ ഒരു പൊളരുമായത് കാരണം തന്നെ റോക്കി പോയി എന്ന് തന്നെ പറയണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ആരാണ്, രതീഷ് കുമാർ പോയി. ആള് ഒരു നല്ല ഗെയിമർ തന്നെയായിരുന്നു. ആള് തൊട്ട് പോകുന്നതും എനിക്ക് തോന്നുന്നു കുറെ ഗെയിമേഴ്സ് ഇങ്ങനെ പോയി. പിന്നെ സിജോ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇനി പൂജയുടെ കാര്യം അറിയില്ല. പക്ഷെ സിബിൻ ഇനി നമുക്ക് നോക്കാം, വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്നാലും ഏകദേശം കൺഫേംഡ് ആയത് പുറത്ത് പോയി എന്ന് തന്നെയാണ്. ഇനി അഥവാ അങ്ങനെ പുറത്ത് പോയെങ്കിൽ എനിക്ക് സിബിനോട് പറയാനുള്ള, ഒരിക്കലും തളരരുത്. മെന്റലി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇനിയും ഇതിനും വലിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് വരിക. എല്ലാവരും സിബിന്റെ കൂടെ തന്നെയുണ്ട്. കാരണം ഒരുപാട് പ്രേക്ഷകർ സിബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സിബിൻ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ റിക്കവർ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തോടെയാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണിന്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ പുതിയ എന്താണ് ബിഗ് ബോസ് കൊണ്ടുവരുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.